മൂന്നാറിലെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മൂന്നാറിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ വ്യാപക പരിശോധന. ഇന്നടക്കം 4 ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിൽ 8 ലക്ഷത്തോളം രൂപയാണ് വകുപ്പ് പിഴ ഈടാക്കിയത്. ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിന് മൂന്നാറിലെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നേരെ ടാക്സി തൊഴിലാളികൾ കരിങ്കൊടി പ്രതിഷേധം നടത്തുകയും പിന്നാലെ ഉദ്ഘാടന പ്രസംഗത്തിൽ മൂന്നാറിലെ മുഴുവൻ ടാക്സികളും പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തിന് പിന്നാലെ മൂന്നാറിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ വ്യാപക പരിശോധന. ദിവസങ്ങൾക്ക് മുമ്പ് ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിന് മൂന്നാറിലെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നേരെ ടാക്സി തൊഴിലാളികൾ കരിങ്കൊടി പ്രതിഷേധം നടത്തുകയും പിന്നാലെ ഉദ്ഘാടന പ്രസംഗത്തിൽ മൂന്നാറിലെ മുഴുവൻ ടാക്സികളും പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഇതിനു ശേഷമാണിപ്പോൾ വകുപ്പ് പരിശോധന കർശനമാക്കിയിട്ടുള്ളത്. ഇന്നടക്കം 4 ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിൽ 8 ലക്ഷത്തോളം രൂപ വകുപ്പ് പിഴ ഈടാക്കിയതായാണ് വിവരം. 11, 12 തീയതികളിൽ മാത്രം നടത്തിയ പരിശോധനയിൽ 174 കേസുകൾ ചാർജ് ചെയ്യുകയും 3,87,750 രൂപ പിഴ ചുമത്തുകയും ചെയ്തിരുന്നു. ടാക്സ്, ഇൻഷുറൻസ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ ഇല്ലാത്തതിന്റെ പേരിലാണ് കൂടുതൽ കേസുകളും. മീറ്റർ ഇല്ലാതെയും രൂപമാറ്റം വരുത്തിയും ഓടിയ ഓട്ടോറിക്ഷകൾക്കും പരിധിയിൽ കൂടുതൽ യാത്രക്കാരെ കയറ്റിയ വാഹനങ്ങൾക്കും പിഴയിട്ടു. നിയമലംഘനം നടത്തിയ 20ലധികം വാഹനങ്ങളും പിടിച്ചെടുത്തു. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാര ബസ്സുകളും ട്രാവലറുകളുമടക്കം മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇടുക്കി, തൊടുപുഴ, ദേവികുളം മോട്ടോർ വാഹന വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.